ഹായ് ഓൾ, വെൽക്കം ടു അമൽസ് അക്കാഡമി. അമൽസ് അക്കാഡമിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ. നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? എന്താണ് അതിന്റെ ബേസിക്സ്? ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്? നിങ്ങൾക്ക് ലൈറ്റിനെ കുറിച്ച് ഏത് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നു അവർക്ക് എല്ലാവരും യൂസ്ഫുൾ ആവും. ഓക്കെ, ഇനി +1 ആയാലും +2 ആയാലും 10th വരെ 7 to 10th ആയാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. പിന്നെ ആർക്കാണ് യൂസ്ഫുൾ ആവുന്നത്? കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അല്ലെ, SSC PSC പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ സയൻസിലെ ടോപ്പിക്സ് എക്സാമിനുണ്ട്, അവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുന്നതിന് മുമ്പേ എന്താണ് ലൈറ്റ് എന്ന് പഠിക്കണ്ടേ, അല്ലേ? ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ലൈറ്റ് എന്ന് പഠിച്ചിരിക്കണ്ടേ? വേണം. അവിടെയാണ് ട്വിസ്റ്റ്. നമുക്ക് പ്രോപ്പർട്ടി പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ എന്താണ് ലൈറ്റ് എന്ന് പഠിക്കാൻ പാടാണ്. എന്താല്ലേ? അപ്പൊ എന്താണ് ലൈറ്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. പാടാണ്, ബട്ട് ലെറ്റ്സ് ട്രൈ. വാട്ട് ഈസ് ലൈറ്റ് എന്ന് ഞാൻ കുറച്ച് സയന്റിസ്റ്റ് മാമന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞു. എന്ത്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞു. ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്ത്? കാര്യം നടക്കുവോ? ഇല്ല. എന്ത് എനർജി? എന്ത് ഫോം? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് എനർജി എന്നൊക്കെ ചോദിച്ചാൽ പണി പാളും. വേണ്ട, അതൊന്നും വേണ്ട നമുക്ക്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പം എനർജിക്ക് ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി, ആ ലോ പറയുന്നത് എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കണ്ടിന്യൂഷൻ തോന്നത്തില്ല, ബട്ട് വെയിറ്റ്. എനർജി ഉണ്ടാക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ഈ യൂണിവേഴ്സിൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എനർജി ഓൾറെഡി ഉണ്ടായിരുന്നു, അതോ അപ്പോൾ ഉണ്ടായതാണോ? അപ്പൊ അങ്ങനെ അപ്പോൾ ഉണ്ടായതാണെങ്കിൽ എനർജി അപ്പോൾ ഉണ്ടായില്ലേ? അപ്പൊ ഈ ലോയിൽ എന്തെങ്കിലും എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ലേ? ഡൗട്ട് വരും. അപ്പൊ ഇതിന്റെ ഉത്തരം ആരാണ് തരേണ്ടത്? സയന്റിസ്റ്റിനാണ് തരേണ്ടത്. അവർക്കും അറിയില്ല, അതാണ് സത്യം. അവര് പറയുന്നു നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായതിന്റെ ഏറ്റവും അക്സെപ്റ്റഡ് തിയറി എന്താ? ബിഗ് ബാങ് തിയറിയാണ്. ഈ ബിഗ് ബാങ്ങിന്റെ സമയത്താണ് എനർജി ഉണ്ടായെന്ന് അവർ പറയുന്നു. അപ്പോഴാണ് ഇതെല്ലാം എക്സിസ്റ്റൻസിലേക്ക് വന്നതെന്ന് പറയുന്നു. സമ്മതിച്ചു കൊടുക്കാം, അപ്പോഴാണ് എല്ലാ എക്സിസ്റ്റൻസിലേക്ക് വന്നത്. അങ്ങനെയാണ് യൂണിവേഴ്സിൽ എന്തുണ്ടാവുന്നത്? എനർജി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് എനർജി പറയുന്നത് എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇന്ന് ലൈറ്റ് ആയിരിക്കുന്നവൻ നാളെ ഹീറ്റ് ആവും, ഇന്ന് ഹീറ്റ് ആയിരിക്കുന്നവൻ നാളെ ലൈറ്റ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ പല ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആണ്. അപ്പം ഈ ബിഗ് ബാങ് തിയറി സംഭവിച്ചപ്പോഴത്തേക്ക് എന്തുണ്ടായി? എനർജി യൂണിവേഴ്സിൽ എനർജി ഉണ്ടായി എന്ന് നമുക്ക് വയ്ക്കാം. ഈ എനർജിയാണ് ഓരോ റിയാക്ഷനിലൂടെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്, ലൈറ്റ് വേറെ പലതിലോട്ടും കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് യൂണിവേഴ്സിൽ എനർജി വന്നതെന്ന് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഈ എനർജിയാണ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് ഇത് ലൈറ്റ് ആവും, നാളെ ആ ലൈറ്റ് എനർജി കൺവേർട്ട് ആയി വേറെ എന്തിലേക്ക് മാറും. മനസ്സിലായോ? ഈ എനർജി പിന്നെ കൈനറ്റിക്, അതായത് മോഷൻ, അങ്ങനെ പല രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഈ എനർജി ഇന്ന് ലൈറ്റ് ആയിട്ട് ഉണ്ടാവുന്ന എനർജി വാനിഷ് ആയി പോകുന്നില്ല. ഇറ്റ് ഈസ് സംഹൗ കൺവേർട്ടഡ് ടു അതർ ഫോംസ് ഓഫ് എനർജി. സംഹൗ കൺവേർട്ടഡ് ടു അതർ ഫോംസ് ഓഫ് എനർജി. അപ്പൊ ഇത് ഞാൻ ഇതുവരെ പറഞ്ഞ എന്താണ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിറച്ച് എനർജി ഉണ്ട്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓൾവേസ്. അതൊരിക്കലും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സിലുള്ള എനർജി കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായല്ലോ? അത് പല ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും മനസ്സിലായല്ലോ? അങ്ങനെ ഒരു ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ്. ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലേ? ഓക്കെ, അപ്പൊ ലൈറ്റ് എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്. ഞാൻ ട്യൂബ് ഇട്ടു, സ്വിച്ച് കത്തി. സ്വിച്ച് ഇട്ടു, ട്യൂബ് കത്തി. എന്ത് സംഭവിച്ചു മക്കളെ?
സ്വിച്ച് ആണ്. സ്വിച്ച് ഇട്ടപ്പോഴത്തേക്ക് എന്ത് കത്തി? ട്യൂബ് കത്തി ഇല്ലേ? ട്യൂബിൽ നിന്ന് എന്തുണ്ടായി? ലൈറ്റ് എനർജി ഉണ്ടായി അല്ലേ? ലൈറ്റ് എനർജി ഉണ്ടായി. അപ്പൊ ഈ ലൈറ്റ് എനർജി എന്ത് റൂം മൊത്തം പടർന്നു ആണോ? ഇല്ല. ഈ എനർജി അങ്ങനെ അങ്ങ് പടരുമോ? ഇല്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു. ലൈറ്റ് അങ്ങനെ എനർജി ചുമ്മാ അങ്ങ് ട്രാൻസ്ഫർ ആവുമല്ല, ചുമ്മാ അങ്ങ് പോവുമല്ല. ഈ ട്യൂബിൽ നിന്ന് ഉണ്ടാവുന്നതിനെ പഠിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലൈറ്റിനെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് എന്ത്? നിങ്ങൾ പൊട്ടറ്റോ ഫാക്ടറി കണ്ടിട്ടുണ്ടോ? അതായത് എന്ത്? നിങ്ങൾക്ക് ലേസ് വേണം, പൊട്ടറ്റോ ഫാക്ടറി ലേസ് ഉണ്ടാക്കുന്നു. കയ്യിൽ കുറച്ച് ലേസ് എടുത്ത് നിങ്ങളുടെ കൈ കൊണ്ട് തരുവാണോ ചെയ്യുന്നത്? അല്ല. പകരം എന്ത് ചെയ്യും? ഒരു പാക്കറ്റിനകത്താക്കി തരും ഇല്ലേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ട്യൂബ് എന്താണ്? ലൈറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഓക്കെ, ട്യൂബ് എന്താണ്? ലൈറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നിന്നും ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓരോ പാക്കറ്റ്സിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്ത് പാക്കറ്റ്സിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പൊ ഈ പാക്കറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോട്ടോൺസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫോട്ടോൺസ് എന്ന് വിളിക്കും. സോ ബേസിക്കലി ഞാൻ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു? ലൈറ്റ് എന്ത്? ഒരു ഫോം ഓഫ് എനർജിയാണ്. യൂണിവേഴ്സിലെ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇന്ന് ലൈറ്റ് ആയിരിക്കുന്ന നാളെ ഹീറ്റ് ആവും, വേറെ പല ഫോംസിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ആ ഫോം ഓഫ് എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്യൂബ് ഇടുമ്പോഴത്തേക്ക് എന്ത്? ആ ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? പാക്കറ്റ്സ് ആയിട്ടാണ്. ആ പാക്കറ്റിന് എന്താണ് ഞാൻ പറയുന്നത്? ഫോട്ടോൺസ് എന്നാണ്. ഈ പാക്കറ്റിനകത്ത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. ഈ പാക്കറ്റിനകത്ത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. മനസ്സിലായോ? കാണുന്നുണ്ടോ? നിങ്ങൾ ലൈറ്റിനെ കാണുന്നുണ്ടോ? നിങ്ങൾ വെട്ടത്തിനെ കാണുന്നുണ്ടോ? ആ, ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഈ പാക്കറ്റ്സിനെ എന്ത് വിളിക്കും? ഫോട്ടോൺസ് എന്ന് വിളിക്കും. അപ്പൊ ബേസിക്കലി ലൈറ്റ് എന്താണ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ആ എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്? പാക്കറ്റ്സിനാണ്. ആ പാക്കറ്റ്സിനെ എന്ത് വിളിക്കും? ഫോട്ടോൺസ് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ട്യൂബ് ഓൺ ചെയ്യുമ്പോൾ ബില്യൺസ് ഓഫ് ഫോട്ടോൺസ് എന്ത് വെളിയിലേക്ക് പുറത്തു വരികയാണ്. വെളിയിലേക്ക് പുറത്തു വരികയാണെന്ന് എന്തൊക്കെയാ പറയുന്നല്ലേ? അതായത് പുറത്തേക്ക് വരികയാണ്. ബില്യൺസ് ഓഫ് ഫോട്ടോൺസ് എന്ത് ഈ റൂം മൊത്തം നിറയുകയാണ്. ഈ റൂം മൊത്തം നിറഞ്ഞിട്ട് എന്റെ മുഖത്തോട്ട് മാത്രം വെട്ടോടിക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല, ലൈറ്റിംഗ് ശരിയല്ല. ഓക്കെ, ശരിയാക്കാം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ട്യൂബ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ റൂം മൊത്തം എന്ത് ഫോട്ടോൺസ് ഉണ്ടെന്ന് നിറയും. ഇഷ്ടം പോലെ ഫോട്ടോൺസ്. ഇഷ്ടം പോലെ ഫോട്ടോൺസ്. അപ്പൊ ലൈറ്റ് ബേസിക്കലി എന്താണ്? ഫോട്ടോൺസ് ആണ്. ഈ ഫോട്ടോൺസ് എന്താണ്? അതൊരു പാക്കറ്റ് ആണ്. ആ പാക്കറ്റിനകത്ത് എന്താണ്? എനർജിയാണ്, ലൈറ്റ് എനർജിയാണ്. ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലേ? അപ്പൊ ലൈറ്റ് എന്താണെന്ന് മനസ്സിലായോ? ലൈറ്റ് ഈസ് ആൻ എനർജി. എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്? പാക്കറ്റ്സിലാണ്. പാക്കറ്റ്സിനകത്ത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ബേസിക്കലി ഫോട്ടോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നോക്കിയപ്പോ ഇതിനകത്ത് മൊത്തം ലൈറ്റ് എനർജിയാണ്. ഇതെന്ത്? ഫോട്ടോൺ ആണ് അല്ലേ? ഫോട്ടോൺ ആണ്. അപ്പൊ ഫോട്ടോൺ പാർട്ടിക്കിൾ ആണത് അല്ലേ? ഒരു പാർട്ടിക്കിൾ അല്ലേ ഇത്? അല്ലേ? ഫോട്ടോൺ ആണ് ഇങ്ങനത്തെ ഒരു ഉണ്ട സാധനം, പാർട്ടിക്കിൾ അല്ലേ? ആണല്ലോ. നമുക്കറിയാം ഈ യൂണിവേഴ്സിലെ എല്ലാ സാധനങ്ങളും ഓരോ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ബോഡീസ് ഒക്കെ സെൽസ് കൊണ്ടാണ്. സെൽസ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോളിക്യൂൾസ് ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റംസ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണല്ലോ. അതുപോലെ ഒരു സാധനമാണ് ഫോട്ടോൺ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫോട്ടോൺ ഇസ് എ പാർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കാം. ഫോട്ടോൺ ഇസ് പാർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കാം. ഒരു പാർട്ടിക്കിൾ ആണ്. ഓക്കെ, ഈ ഫോട്ടോണിന് മാസ് ഇല്ല. ഞാൻ കുറച്ച് എക്സ്ട്രാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ, നിങ്ങൾ എല്ലാം കേൾക്കുക, ഇതുവഴി കളയുക. ഫോട്ടോണിന് റെസ്റ്റ് മാസ് ഇല്ല. അതായത് ഈ ഫോട്ടോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന് മാസ് ഉണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാസ് ഉണ്ട്. റെസ്റ്റ് നിൽക്കുമ്പോൾ അതിന് മാസ് ഇല്ല. ഒരാവശ്യമില്ല, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എന്നാലും വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പട്ടി ഷോ. ഓക്കെ, അപ്പം ഫോട്ടോൺ റെസ്റ്റ് മാസ് ഇല്ല, മൂവ് ചെയ്യുമ്പോൾ മാത്രമേ മാസ് ഉള്ളൂ. അപ്പം അതിന് മൊമെന്റോ ഉണ്ട്, പിന്നെ ചാർജ് ഇല്ല. അങ്ങനത്തെ കുറച്ച് വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ സഹിക്കണം. ഓക്കെ, അപ്പം ശരി, ഫോട്ടോൺ ഒരു പാർട്ടിക്കിൾ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ചില സയന്റിസ്റ്റ് മാമ്മമാർ പറഞ്ഞു, നിൽ, ഫോട്ടോൺ പാർട്ടിക്കിൾ അല്ല, പകരം ആരാണ്? ഒരു വേവ് ആണെന്ന് പറഞ്ഞു. അല്ല, ലൈറ്റ് ഒരു പാർട്ടിക്കിൾ അല്ല,
ഫോട്ടോൺസ് അല്ല, അത് വേവ് ആണെന്ന് പറഞ്ഞു. കാരണം ലൈറ്റിന് വേവിന്റെ കുറച്ച് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. കൺഫ്യൂഷനായി 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 പണി പാളി. യുവമാർ എന്താണ് അപ്പോഴപ്പോ മാറ്റി പറയുന്നത്? ആദ്യം ഒരാൾ പറഞ്ഞു എന്ത് ലൈറ്റ് എന്താണ് ഒരു പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. എന്ത് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ സയന്റിസ്റ്റുമാർ എന്ത് പറയുന്നു? ലൈറ്റ് ഒരു വേവ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോൺസ് ആദ്യം പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്ത് വേവ്സ് ആണെന്ന്. കൺഫ്യൂഷനായി, ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ എന്താണ് വേവ്സ്? എന്താണ്? ഓക്കെ, അത് പറയാം. പാർട്ടിക്കിൾ എന്താണ്? ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സാധനമുണ്ട്. എന്ത് ഇത് ഈ ഫോട്ടോ ട്യൂബിൽ നിന്ന് എന്ത് ഈ ഫോട്ടോൺ ഉണ്ടാവും. ഈ ഫോട്ടോൺ എവിടെ? നമ്മളെ കണ്ണ് വരെ എത്തും, അല്ലെങ്കിൽ എന്ത് ഓരോ സർഫസ് വരെ എത്തും. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകും ഈ ഫോട്ടോൺ. പക്ഷെ വേവ് പറയുന്നത് എന്താണ്? ഇല്ല, ഇവിടെ ഉണ്ടാവുന്ന ലൈറ്റ് എനർജി എന്താണ്, അല്ലെങ്കിൽ ഈ ഫോട്ടോൺ എന്ത് ഇവിടം വരെ എത്തുന്നില്ല. പകരം എന്ത് ഇതിന്റെ എനർജി ഇങ്ങനെ ഇടയിലുള്ള സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തുകയാണ്. അതായത് ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ല, എനർജിയുടെ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ല. അതാണ് വേവിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വേവിന്റെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? there is no physical movement but only transfer of energy എന്നാണ് എന്ത് വേവ് പറയുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അപ്പൊ വേവ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. there is no physical transfer but എന്ത് there is only transfer of energy. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ള പ്രോട്ടോൺ എന്ത് വേവ് പ്രകാരം ഇവിടെ എത്തത്തില്ല. ഇവിടെ ഉള്ള പ്രോട്ടോൺ എന്ത് പകരം എന്ത് എനർജി ട്രാൻസ്ഫർ എന്ത് ഇവിടെ എത്തത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ എന്നും പറയുന്നു, വേവ് എന്നും പറയുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും, സാരമില്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, വിട്ടേക്കുക. അപ്പൊ എന്ത് പാർട്ടിക്കിൾ ആണെന്ന് പറയുന്നു, വേവ് ആണെന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്തു? അന്വേഷിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാർട്ടിക്കിൾ ആയിരുന്നു അച്ഛൻ, വേവ് ആയിരുന്നു അമ്മ. അവരുടെ മകനാണ് ആര്? ഫോട്ടോൺ. ഇവരാണ് അച്ഛനും അമ്മയും. ഇവരുടെ ഒരു സങ്കര ഇനമാണെന്ത്? ഫോട്ടോൺ. അതുകൊണ്ട് നമ്മൾ അവൻ എന്ത് വിളിച്ചു? വേവിക്കിൾ എന്ന് വിളിച്ചു. വേവിക്കിൾ. അതെ, നമ്മൾ എന്ത് ലൈറ്റിനെ എന്ത് വിളിച്ചു? ലൈറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് വേവിക്കിൾ എന്ന് പറഞ്ഞു. അതായത് പാർട്ടിക്കിളിന്റെയും വേവിന്റെയും എന്ത് സ്വഭാവം ഉള്ളതുകൊണ്ട് എന്ത് നമ്മൾ എന്ത് വിളിച്ചു? വേവിക്കിൾ എന്ന് വിളിച്ചു. ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു മനസ്സിലായല്ലോ. വേവിക്കിൾ എന്ന് വിളിച്ചു. അപ്പൊ ഫോട്ടോൺ എന്തുണ്ട്? രണ്ടിന്റെയും പ്രോപ്പർട്ടി ഉണ്ട്. ഫോട്ടോൺ ബിഹേവ്സ് ആസ് എ പാർട്ടിക്കിൾ ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് ആൻഡ് ഫോട്ടോൺ ബിഹേവ്സ് ആസ് എ വേവ് ഇൻ സർട്ടൺ സിറ്റുവേഷൻസ്. ഡൗട്ട് ഇല്ലേ? ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഫോട്ടോൺ ബിഹേവ്സ് ആസ് എ പാർട്ടിക്കിൾ ഇൻ സർട്ടൺ സിറ്റുവേഷൻ ആൻഡ് ഇറ്റ് ഓൾസോ ബിഹേവ്സ് ആസ് എ വേവ് ഇൻ സർട്ടൺ സിറ്റുവേഷൻ. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ആ എനർജി എങ്ങനെ ട്രാൻസ്ഫർ ആവുന്നത്? ലൈക്ക് ഫോട്ടോൺസ് ആസ് പാക്കറ്റ് ഓഫ് എനർജി. ഈ ഫോട്ടോൺസ് എന്ത് പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്, വേവ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ലേ? ഓക്കെ, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ. ലൈറ്റ് എന്ത് ടൈപ്പ് വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്ത്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കും. ഇതിനെന്ത് പറയും? ക്രസ്റ്റ് എന്ന് പറയും. ഇതിനെന്ത് പറയും? ട്രഫ് എന്ന് പറയും. ട്രഫ് എന്ന് പറയും. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്തിനെ, ഒരു വേവിന്റെ ലെങ്തിന് എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത് എന്ന് പറയും. അത് മാത്രമല്ല, വേവിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, ഞാൻ ചുമ്മാ വേഗത്തിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടായി എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടായി എന്നുള്ളതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു, അതായത് ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ എത്ര, ഈ ഒരു വേവ് കണ്ടോ, ഈ വേവിന് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതിന് എന്ത് പറയും? ടൈം പീരീഡ് എന്ന് പറയും. ടൈം പീരീഡ് എന്ന് പറയും. ഈ ഒരു വേവിനെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയത്തിന് എന്ത് പറയും? ടൈം പീരീഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ വേവിൽ ട്രാവൽ ചെയ്യത്തില്ല പക്ഷെ ട്രാൻസ്ഫർ ഉണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞു? ഇതെന്താണ് ഈ പാത്ത് എന്നറിയാമോ? ദിസ് പാത്ത് ഷോസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജിയുടെ പാത്താണ് ഈ കാണുന്നത്. മനസ്സിലായോ? എനർജിയുടെ പാത്താണ് കാണുന്നത്.
നിങ്ങൾക്ക് റിപ്പിൾ എഫക്റ്റ് അറിയാമോ? അതായത് നിങ്ങളൊരു ഇതൊരു കുളം, മര്യാദക്കിരിക്കുന്ന കുളം നമുക്ക് സഹിക്കുമോ? ഇല്ല. എന്ത്, ഒരു കല്ലെടുത്തിടുക, കല്ലെടുത്തിടുമ്പോ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും ഇല്ലേ? ഞാൻ നോക്കിയേ, റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവത്തില്ലേ? സംഭവം എന്താ? ഈ വെള്ളം മുകളിൽ, അതായത് ഇവിടെ ഇരിക്കുന്ന വെള്ളം, അതാണ്ട് ഇതൊരു വാട്ടർ മോളിക്യൂൾ ആയിരുന്നു. റിപ്പിൾ എഫക്റ്റ് ഉണ്ടാകുമ്പോ ഇത് മുകളിലേക്ക് പോകും, താഴേക്ക് വരും, ഇവിടെ റെസ്റ്റ് ചെയ്യും. മുകളിലേക്ക് പോകും, താഴേക്ക് വരും, ഇത് റെസ്റ്റ് ചെയ്യും. ഇത് അങ്ങോട്ട് പോകത്തില്ല, ഈ വെള്ളം അങ്ങോട്ട് പോകത്തില്ല. പകരം ഇത് മുകളിലേക്ക് പോകും, താഴേക്ക് വരും, ഇവിടെ റെസ്റ്റ് ചെയ്യും. ഇതിനാണ് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ വേവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞാൽ എന്താകും മക്കളെ? അതുകൊണ്ട് എല്ലാം കൂടെ പറയുന്നില്ല. ഞാൻ എവിടെ എത്തി? എല്ലാം മറന്നു. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ ഫോട്ടോൺ? എന്താണ്? വാട്ട് ഈസ് ഫോട്ടോൺ? ഫോട്ടോൺ ഈസ് എ വേവിക്കിൾ. വേവിന്റെയും പാർട്ടിക്കിളിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സാധനമാണ് ഫോട്ടോൺ. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലേ? അപ്പൊ ലൈറ്റ് എന്താണെന്ന് പറഞ്ഞു, ഫോട്ടോൺ എന്താണെന്ന് പറഞ്ഞു ഇല്ലേ? ഫോട്ടോൺ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലൈറ്റിന്റെ പിന്നെ വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയട്ടെ. ലൈറ്റിന്റെ സ്പീഡ് എത്രയാ മോനെ? ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ എർത്തിനെ എത്ര ടൈംസ് സർക്കിൾ ചെയ്യും? 7.5 ടൈംസ് സർക്കിൾ ചെയ്തിട്ട് വരും. ആര്? നമ്മുടെ ലൈറ്റ്. അതായത് ഞാൻ ഈ സ്നാപ്പ് ചെയ്ത സമയം കൊണ്ട് ഇവിടെ ഈ റൂമിലുള്ള ലൈറ്റിനെ ഞാൻ വെളിയിലോട്ട് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എർത്തിനെ 7.5 ടൈംസ്, 1, 2, 3, 4, 5, 6, 7 പകുതി 7.5 ടൈംസ് സർക്കിൾ ചെയ്തിട്ട് വന്നേനെ? ആ ലൈറ്റ് വന്നേനെ. അത്ര സ്പീഡാ, പറക്കും മുത്തേ, പറക്കും ലൈറ്റ്. മനസ്സിലായോ? ഓക്കെ, സ്പീഡ് എന്താണ്? 7.5 ടൈംസ് ആണ്. മനസ്സിലായേ? ഓക്കെ, ഇതൊരു ഡൗട്ട് ഒന്നുമില്ലേ? അപ്പൊ ലൈറ്റ് എങ്ങനത്തെ വേവ് ആണെന്ന് പറഞ്ഞു. ചില സമയത്ത് വേവിന്റെ പ്രോപ്പർട്ടിയാണ്, പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടിയാണ്, ലൈറ്റിന്റെ സ്പീഡിന്റെ കാര്യം പറഞ്ഞു. അടുത്തൊരു കാര്യം പറയട്ടെ. ലൈറ്റിന്റെ സ്പീഡ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ലൈറ്റ് വാക്യൂമിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് വാക്യൂം ഓർ എയർ. മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഹൈവേ കൂടെ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും? 110 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും. അതിന്റെ കൂടെ കിട്ടും? പെറ്റിയും കിട്ടും കേട്ടോ. 110 പോവല്, 90 ആണെന്ന് തോന്നുന്നു, 90 80 എന്തോ ആണ് മാക്സിമം. 110 പോവല്ലേ. അടുത്ത എന്താണ് മക്കളെ പറയാനുള്ളത്? ഹൈവേ കൂടെ 80 പോവാം. അതേസമയം നിങ്ങൾ കൃത്യം ഒരു 4 മണിക്ക് ട്രിവാൻഡ്രം സിറ്റിക്കകത്തോട് കയറണം. വണ്ടി 25 കഴിയില്ല. എന്ത് പറ്റി മക്കളെ? ട്രാഫിക് കൂടി. നാഷണൽ ഹൈവേയിൽ എന്തില്ലായിരുന്നു? വണ്ടികളുടെ എണ്ണം കുറവായിരുന്നു അല്ലേ? നമ്മൾ സിറ്റി റോഡിലേക്ക് കയറി, ഇഷ്ടം പോലെ വണ്ടി. അതുപോലെയാണ് ലൈറ്റിന്റെ അവസ്ഥ. ലൈറ്റ് വാക്യൂം ഓർ എയറിൽ എന്താണ് മക്കളെ? എയറിന് എന്താണ്? ഡെൻസിറ്റി കുറവാണ്. എന്താണ് ഡെൻസിറ്റി എന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കൂലേ? ഡെൻസിറ്റി എന്താണ്? ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇത് എയറിന്റെ ഒരു കട്ട, ഇത് വെള്ളത്തിന്റെ ഒരു കട്ട. ഓക്കെ, ഇതെന്ത്? എയറിന്റെ ഒരു കട്ട, എയറിന്റെ ഒരു ക്യൂബ്. ഓക്കെ, ക്യൂബാണിത്. നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ വരയ്ക്കണം? ഇവിടെ ക്യൂബ് ഇറക്കിയല്ലേ? ഇത് എയറിന്റെ ക്യൂബ്, ഇത് എന്തിന്റെ ക്യൂബ്? വാട്ടറിന്റെ ക്യൂബ്. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ സൈസ് ആണ്. പക്ഷേ ഇതിനകത്തുള്ള എയറിന്റെ എണ്ണം, ഇത് എയർ ആണ്, ഇത് വാട്ടർ. ഇത് രണ്ട് സെയിം സൈസ് ആണ്. അതായത് സെയിം വോളിയം ആണ് രണ്ടെണ്ണത്തിന്. സെയിം വോളിയം ആണ്. പക്ഷേ ഇതിനകത്ത് എത്ര എയറേ കാണത്തുള്ളൂ? സെയിം ഏരിയ ആണെങ്കിൽ ഇതിനകത്ത് എത്ര എയറേ കാണത്തുള്ളൂ? സെയിം വോളിയം ആണെങ്കിൽ ഇതിനകത്ത് എത്ര എയറേ കാണത്തുള്ളൂ? ഇതിനകത്ത് 30 എയർ മോളിക്യൂളെ കാണത്തുള്ളൂ. അതേസമയം ഇത് വാട്ടർ ആണ്. എന്താണ്? വാട്ടർ എന്താണ്? വാട്ടറിന് എന്ത് കൂടുതലാണ്? വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാണ് മക്കളെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് എത്ര? 1000 മോളിക്യൂൾസ് ആണ്, വാട്ടർ മോളിക്യൂൾസ് ആണ്. മനസ്സിലായേ? അതായത് സെയിം വോളിയം ആണ് രണ്ടും. അതായത് സെയിം സൈസ് ഉള്ള കപ്പാണ് ഇത് രണ്ടും. ഇതിനകത്ത് എയർ ഉണ്ട്, ഇതിനകത്ത് വാട്ടർ ഉണ്ട്.
ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ഞാൻ എണ്ണിയപ്പോൾ എന്ത്, ഇതിനകത്ത് 30 എണ്ണേ ഉള്ളൂ, ഇതിനകത്ത് 1000 എണ്ണം ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ഡെൻസിറ്റി അർത്ഥം എന്താണ്, ഒരു പെർട്ടിക്കുലർ വോളിയത്തിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് പറയാനാണ് എന്ത്, ഡെൻസിറ്റി എന്നുള്ള പാരാമീറ്റർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോളിയത്തിനകത്ത് എത്ര മാസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനും എന്ത്, നമുക്ക് എന്ത് ചെയ്യാം ഡെൻസിറ്റി ഉപയോഗിക്കാം അല്ലേ. അതായത് എന്ത്, ഇങ്ങനെയുള്ളൊരു പെട്ടി, ഈ പെട്ടി നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഇത് 10 കിലോ കാണും. ഈ പെട്ടിയുടെ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്ത്, ഇത് 1 കിലോയെ കാണത്തുള്ളൂ. കാരണം എന്താ, ഇത് രണ്ടും സെയിം വോളിയം ആണെങ്കിലും ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിന് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം സെയിം ആയിരിക്കാം, പക്ഷെ എന്ത്, പാർട്ടിക്കിൾസിന്റെ മാസിന് വ്യത്യാസം കാണും. ഇതിനകത്ത് ഒരു പാർട്ടിക്കിളിന് എന്ത് 1 കിലോ കാണും, പക്ഷെ ഇതിനകത്തുള്ള ഒരു പാർട്ടിക്കിളിന് എന്ത് 100 ഗ്രാമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് എന്ന് പറയാനാണ് എന്ത്, ഡെൻസിറ്റി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഡെൻസിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാൽ ചുമ്മാ എന്ത് പറഞ്ഞുള്ളൂ, നേരത്തെ പറഞ്ഞല്ലോ എന്ത് ഷോ. മനസ്സിലായേ? എയർ, വാട്ടർ. അതുപോലെയാണ് എന്ത് ലൈറ്റിന്റെ അവസ്ഥ. ലൈറ്റ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തില്ല, ട്രാഫിക് ഇല്ല, പറന്ന് വരും ഇല്ലേ. ലൈറ്റ് എയറിൽ നിന്ന് നേരെ വാട്ടറിലേക്ക് എന്ത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താ, അതിന്റെ സ്പീഡ് നേരെ കുറയും. 2.25 into 10⁸ മീറ്റർ/സെക്കൻഡ് ആവും. എന്ത്, 10⁸ മീറ്റർ/സെക്കൻഡ് ആവും. ഇനി വാട്ടറിനെക്കാട്ടും ഡെൻസിറ്റി കൂടിയ ഒരു സാധനത്തിൽ കൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നെങ്കിലോ സ്പീഡ് ഇതിനെക്കാട്ടും കുറയും. ഇപ്പൊ ഗ്ലാസ്സിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 1 something ആവും, സ്പീഡ് ഡ്രാസ്റ്റിക്കലി കുറയും അല്ലേ. അപ്പൊ ലൈറ്റ് ഏത് മീഡിയത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് അതിലൂടെ അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ സ്പീഡിന് എന്ത് റിഡക്ഷൻ ഉണ്ടാവും. ഡൗട്ട് ഒന്നുമില്ലേ? അത് കോമൺ സെൻസ് ആണ്. കാരണം എന്ത്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നതോറും എന്ത്, നമുക്ക് എന്ത് ഹൈ സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആളില്ലാത്ത ട്രാക്കിൽ കൂടെ ഓടാൻ എന്ത് ഭയങ്കര സ്പീഡിൽ പറ്റും. പക്ഷെ ഒരു 100 പേര് നിൽക്കുന്ന ട്രാക്കിൽ കൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തട്ടി പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലേ? ഓക്കെ, സിമ്പിൾ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് പറയാം. ലൈറ്റ് ഇതുവരെ എന്തൊക്കെയാണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ പറ്റാത്തത്. ഇതിലും വിശദീകരിക്കുന്നത് അപകടമാണ്, പക്ഷെ എന്നാലും ചുമ്മാ രസത്തിന് വിശദീകരിക്കുന്നു. ഓക്കെ, എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? Refraction of the light is the bending of light as it passes from one transparent substance into another. ഒരു സബ്സ്റ്റൻസിൽ നിന്നും മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ബെൻഡിങ് ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് ഇപ്പൊ എയറിൽ കൂടെ ട്രാവൽ ചെയ്യാണ്. ഈ എയറിൽ നിന്ന് നേരെ വാട്ടറിലേക്ക് കയറുമ്പോഴത്തേക്ക് ലൈറ്റിന് എന്തുണ്ടാവും, ബെൻഡിങ് ഉണ്ടാവും. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രോപ്പർട്ടിനെ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വൺ മീഡിയം ടു അനദർ എന്ന് അവർ പറയുന്നത് എന്താ? അതായത് ലൈറ്റ് ഏതിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് അതാണ് മീഡിയം. ഇപ്പൊ എയറിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ അതാണ് മീഡിയം. ഇതിപ്പോ വാട്ടറിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ അതാണ് മീഡിയം. അപ്പൊ മീഡിയത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, സിമ്പിൾ ആണ്. അടുത്ത ഡെൻസിറ്റി എന്താണെന്ന് അറിയാലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഡെൻസിറ്റി ഓരോ മീഡിയം മാറുന്നതനുസരിച്ച് അതിന്റെ ഡെൻസിറ്റി മാറും. അപ്പൊ ഡെൻസിറ്റി മാറുമ്പോഴത്തേക്ക് എന്ത് പറ്റും, സ്പീഡിന് വ്യത്യാസം ഉണ്ടാവും. ഡൗട്ട് ഒന്നുമില്ലേ? അപ്പൊ ഓക്കെ, വേണ്ട, ഇതാണ് ബൗണ്ടറി. ഇവിടെ എന്താ, എയർ ആണ്. ഇവിടെ എന്താണ്, വാട്ടർ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാരാ? ലൈറ്റ് വരുന്ന പാത്താണ് ഇത്. ഓക്കെ, ലൈറ്റ് വരുന്ന പാത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ലൈറ്റ് ഇവിടുന്ന് വരുക, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ലൈറ്റ് പോവേണ്ടത്. അതായത് ഇവിടത്തെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റാ. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ വന്ന് എങ്ങനെയാണ് പോവേണ്ടത്, ഇങ്ങനെയാണ് പോവേണ്ടത്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയാണ് പോവേണ്ടത്. ബട്ട്സ്, ലോട്ട്സ് ഓഫ് ബട്ട്സ്. എന്ത് സംഭവിക്കുന്നു, ലൈറ്റ് ഇങ്ങനെയാണ് പോയത്. ലൈറ്റ് എങ്ങനെയാണ് പോയത്, ഇങ്ങനെയാണ് പോയത്. അതായത് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് എന്ത് സംഭവിച്ചു,
ഇത്രയും വളഞ്ഞു പോയി. എങ്ങനെ പോയി? ഇത്രയും വളഞ്ഞു പോയി. ഈ പ്രോപ്പർട്ടിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്ത്? റിഫ്രാക്ഷൻ ഓഫ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ട് വളയുന്നു? എന്തുകൊണ്ട് വളയുന്നു എന്ന ചോദ്യത്തിന് മിക്ക യൂട്യൂബ് വീഡിയോസിലുള്ള ഉത്തരം എന്താണ്? ബിക്കോസ് എന്ത്? സ്പീഡ് റെഡ്യൂസസ്. എന്ത്? സ്പീഡ് റെഡ്യൂസസ് എന്നാണ് പറയുന്നത്. പക്ഷേ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് എന്താ നമ്മൾ നേരെ വെക്കൂടി? ഇപ്പൊ അവിടെ വളയേണ്ട ആവശ്യം എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യം ശരിയല്ലേ? സ്പീഡ് റെഡ്യൂസ് ചെയ്തു, ഓക്കെ, അത് ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. എയറിൽ അധികം ആൾക്കാരില്ല, വാട്ടറിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സ്പീഡ് റെഡ്യൂസ് ആവും. അതുകൊണ്ട് വളയേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദ്യം. വളയേണ്ട ആവശ്യം എന്താണ്? നേരെ വെക്കൂടായിരുന്നോ? ഇത് മിക്ക യൂട്യൂബ് വീഡിയോസിലും പറയുന്നില്ല. കാരണം നിങ്ങളത് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് എഴുതിയ മാർക്ക് കിട്ടും. പക്ഷെ എന്നാലും നമുക്കതൊന്ന് ലോജിക്കലി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വെറുതെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ശരി. ഇതിനാണെന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റ് റേ അതായത് എന്ത്? ഫോട്ടോൺ ആണ്. ഈ ഫോട്ടോൺ എന്ത്? ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരികയാണ്. ഇവിടെ വന്ന് തട്ടുന്നത് എന്ത്? ഒരു ബ്രേക്ക് അടിച്ച് വളഞ്ഞു പോകും. ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇത് എന്തിനാണ് വളയുന്നത്, എത്ര വളയും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ പഠിക്കും. ഇതിനാണ് മക്കളെ നമ്മൾ പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? കാരണം എന്താ? When a wave or light ray moves from one medium to another, its speed changes and the direction of the ray may also change. കണ്ടോ, ഡയറക്ഷൻ എങ്ങോട്ടാണോ ചേഞ്ച് ചെയ്യാം. This property of wave is called refraction and commonly occurs with light rays. നോർമൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ആരും എങ്ങോട്ടും പോവരുതേ. ഇത് കണ്ടോ, ഇതാണ് ആര്? നമ്മുടെ സൂര്യൻ മാമൻ. എന്ത്? സൂര്യൻ മാമൻ. ആര്? സൂര്യൻ മാമൻ. സൂര്യൻ മാമനിൽ നിന്നും ആര് വരുന്നു? ഫോട്ടോൺ വരുന്നു. ഫോട്ടോൺ വരുന്ന കണ്ടോ മക്കളെ നിങ്ങൾ? ഓക്കെ, ബാക്കി അവൻ എത്തിച്ചോളും. ഫോട്ടോൺ വരുന്നു. ഈ ഫോട്ടോൺ എന്ത്? ഇത് എയറാണ്, ഇത് വാട്ടറാണ്. ശ്രദ്ധിച്ചോണേ. സൂര്യനിൽ നിന്നും വരുക. ഈ വരുന്ന റേനെ ഞാൻ എന്ത് വിളിക്കും? ഒരു ഫോട്ടോൺ റേ വരികയാണ്. ആ വരുന്ന റേനെ എന്ത് വിളിക്കും? വരുന്ന റേനെ ഞാൻ വിളിക്കും ഇൻസിഡന്റ് റേ. എന്ത്? ഇൻസിഡന്റ് റേ. ഈ വരുന്ന റേനെ ഞാൻ എന്ത് വിളിക്കും? ഇൻസിഡന്റ് റേ. ഇനി ഇവിടുന്ന് വളഞ്ഞു പോയ ഈ റേനെ, റിഫ്രാക്റ്റ് ആയി പോയ ഈ റേനെ ഞാൻ എന്ത് വിളിക്കും? റിഫ്രാക്ഷൻ സംഭവിച്ചില്ല. അപ്പൊ ആ റിഫ്രാക്ഷൻ സംഭവിച്ച റേനെ ഞാൻ എന്ത് വിളിക്കും? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. എന്ത്? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. ഇനി മക്കളെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എത്ര ഡിഗ്രിയിലാണ്? നമുക്ക് ഫിസിക്സിൽ എല്ലാം മെഷർ ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടുള്ള പരിപാടിയൊന്നുമില്ല. ഫിസിക്സിലെല്ലാം നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യണം. അപ്പൊ ഈ റേ എത്ര ഡിഗ്രി ആംഗിളിലാണ് ഈ സർഫസിൽ വന്ന് ഇടിച്ചത്, എത്ര ഡിഗ്രിയാണ് വളഞ്ഞത് എന്ന് നമുക്ക് എല്ലാം നോക്കാൻ വേണ്ടി നമ്മളൊരു ലൈൻ വരയ്ക്കും. ഏത് ലൈൻ? ഈ ഫോട്ടോൺ വന്ന് ഇടിച്ച ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മക്കളെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നിങ്ങളുടെ അര മാർക്കാണ്, കീവേഡാണ്. അര മാർക്ക് പോകുന്ന വഴി ഇതാണ്. നിങ്ങൾ ആരും എന്ത് എഴുതില്ല? ഇത് എഴുതില്ല. ഇതെന്താണ്? ഇതാണ് എന്ത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് ഈ ലൈറ്റ് റേ ഫോട്ടോൺ വന്ന് ഇടിച്ച പോയിന്റിനാണ് എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിന്റിൽ നിന്നും ഞാൻ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ. എന്ത്? നോർമൽ. ആ ലൈനിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ. ഓക്കെ, ആ വന്ന് ഇടിച്ച പോയിന്റിൽ നിന്നും 90 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനിനെയാണ് എന്ത് വിളിക്കുന്നത്? നോർമൽ. എന്ത്? നോർമൽ. ഓക്കെ, ഞാൻ ഇത് എന്തിനായി നോർമൽ വരച്ചത്? ഈ ഇൻസിഡന്റ് റേ വന്ന് ഇടിച്ച ആംഗിൾ മെഷർ ചെയ്യാനല്ലേ. ഈ ഇൻസിഡന്റ് റേ വന്ന് ഇടിച്ച ആംഗിൾ എത്രയാ? ഈ ഇൻസിഡന്റ് റേ വന്ന് ഇടിച്ച ആംഗിൾ നോർമൽ നിന്നല്ലേ മെഷർ ചെയ്യുന്നത്? മെഷർ ചെയ്തു. ഈ ആംഗിളിനെ എന്ത് വിളിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്ത് വിളിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. മക്കളെ, അപ്പൊ എന്താണ് ഞാൻ ചോദിക്കട്ടെ?
അതാണ്ട് ഈ ആംഗിളിന് എന്ത് വിളിക്കൂടെ ചക്കരെ? ഈ ആംഗിളിന് എന്ത് വിളിക്കും? ഈ റിഫ്രാക്റ്റ് ആയി പോയി റേനെ, ഈ എത്ര ഡിഗ്രി റിഫ്രാക്റ്റ് ആയി പോയി എന്നുള്ളതിനെ എന്ത് വിളിക്കും മക്കളെ? നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിച്ചൂടെ? ആംഗിൾ ഓഫ് എന്ത്? ആംഗിൾ ഓഫ് എന്ത്? റിഫ്രാക്ഷൻ. ഓക്കെ, ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് സ്കൂളിൽ ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നത്. ഒരു 5 minutes ബിഫോർ തൊട്ടുള്ള സാധനം തൊട്ട്. ഓക്കെ, നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തൊട്ടാണ് എന്ത് നിങ്ങൾക്ക് സ്കൂളിൽ ആവശ്യം വരുന്ന സാധനങ്ങൾ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇതിനെന്താ നമ്മൾ പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതൊക്കെയാണ് എന്ത് ബേസിക് ടേംസ്. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ എന്ത് ബേസിക് ടേംസ് എന്താണ്? ഇതൊക്കെയാണ്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമല്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതുവരെ ഡൗട്ടൊന്നുമില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതെന്താണ് ഇത്? അയ്യോ, ഞാൻ ആർക്കോ പഠിപ്പിച്ചതാണ്, വേറൊരു ക്ലാസ്സിന് പഠിപ്പിച്ചതാണ്. ശ്രദ്ധിച്ചോ? ഇതെന്താണ്? എയർ. ഇതെന്താണ്? വാട്ടർ. ഓക്കെ, ഇനി ഇത് എങ്ങനെ വളയുന്നു, എത്ര വളയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം. എയർ എന്താണ്? വാട്ടറിനെക്കാട്ടും ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം അല്ലേ? അപ്പൊ ഈ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് ഞാൻ എന്ത് റേറർ മീഡിയം എന്ന് പറയും. എന്ത്? റേറർ മീഡിയം എന്ന് പറയും. ഇനി ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് ഞാൻ എന്ത് പറയും? ഡെൻസർ മീഡിയം എന്ന് പറയും. എന്ത്? ഡെൻസർ മീഡിയം. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് ഞാൻ എന്ത് പറയും? റേറർ മീഡിയം. ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് എന്ത് പറയും? ഡെൻസർ മീഡിയം. ഡൗട്ടൊന്നുമില്ലേ? ഇനി ലൈറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്കതെന്ത് എക്സ്പെരിമെന്റ് എടുക്കാം. എന്ത് ചെയ്യാം? എക്സ്പെരിമെന്റ് എടുക്കാം. എവിടെ? മക്കളെ കണ്ടോ? ഇതെന്താണ്? ഇവിടെ നമ്മൾ ലൈറ്റ് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ സൂര്യമാമനാണെന്ന് വെച്ചോ. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. അതായത് ഇത് കണ്ടു. ഈ ലൈനെയാണ് എന്ത് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. ഇതാണെന്ത്? ഇൻസിഡന്റ് റേ. ഇതാണെന്ത്? റിഫ്രാക്റ്റഡ് റേ. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിനെന്താണ് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോവാതെ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോവാതെ എന്തുകൊണ്ട് ഇങ്ങനെ പഠിക്കുന്നു, എന്തുകൊണ്ട് അകത്തോട്ട് വളഞ്ഞു, ഇതിനെ പാത്ത് എങ്ങനെയാണ് പോവേണ്ടത്, ഇത് ഇങ്ങനെയല്ലേ പോവേണ്ടത്, പക്ഷെ ഇത് അകത്തോട്ട് വളഞ്ഞില്ലേ, എന്തുകൊണ്ട് വെളിയിലോട്ട് വളഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യം എന്താണ്ടേ ഈ പ്രൊട്രാക്ടർ കൊണ്ട് വെച്ചു. പക്ഷെ പ്രൊട്രാക്ടർ അല്ലല്ലോ ആദ്യം സംഭവം. ഇത് എത്ര ഡിഗ്രിയിലാണ് പോകുന്നത്? 30 ഡിഗ്രിയിലാണ് എന്ത് വരുന്നത്. 30 ഡിഗ്രിയിലാണ് എന്ത് ഈ നോർമൽ നിന്നും 30 ഡിഗ്രിയിലാണ് ഈ ലൈറ്റ് റേ വരുന്നത്, ഫോട്ടോൺ വരുന്നത്. പക്ഷെ ഈ റിഫ്രാക്റ്റഡ് റേ നോർമൽ നിന്ന് ലെസ് ദാൻ 30 ഡിഗ്രി അല്ലേ പോകുന്നത്, അല്ലേ? അതായത് അടിച്ചു പോയോ ഗൈസ്? എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ഹൈ ടെക്നോളജിയാ. തനിയൊക്കെ ഓഫ് ആവുന്നു. ബ്ലഡി ഫുൾ. വരൂ, വേഗം വരൂ, നാണം കെടുത്തരുതേ. റിഫ്രാക്ഷൻ ഓഫായിട്ടും വന്നില്ല. വന്നു. ആരും പേടിക്കണ്ട. ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മളെന്ത് 30 ഡിഗ്രിയിലാണ് എന്ത് മക്കളെ വേണ്ട ഈ ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് റേ വന്ന് ഇവിടെ ഇരിക്കുന്നത് 30 ഡിഗ്രിയിലാണ്. പക്ഷെ അത് ഇങ്ങനെ 60 ഡിഗ്രി കൂടെ പോവാതെ എന്തുകൊണ്ട് 30ക്ക് അകത്ത് തന്നെ ഇങ്ങനെ വന്നു? അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എയർ, വാട്ടർ. എയറിൽ നിന്നും വാട്ടറിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇതെന്താണ്? നോർമൽ. ഓക്കെ, ഇതാരാണ്? നമ്മുടെ ഇൻസിഡന്റ് റേ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര? ഞാൻ പറഞ്ഞതുപോലെ 30 ഡിഗ്രി. പക്ഷെ ഇത് പോകുമ്പോഴത്തേക്ക് ഇതെത്ര?
25 ഡിഗ്രിയേ ഉള്ളൂ. അതായത് എന്ത്, ഇത് എന്ത് ചെയ്തു, ക്ലോസർ ടു നോർമൽ അല്ലേ പോയത്? ഇവിടെ ഉള്ളതിനേക്കാൾ ക്ലോസർ ടു നോർമൽ അല്ലേ പോയത്? അതെന്താ? അതായത് when the light travels from rarer to denser medium, the light will travel closer to the normal. rarer to denser ആണെങ്കിൽ എന്ത്, the light will travel closer to normal. ഇത് പഠിക്കാൻ പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞുതരാം, ഒരു എളുപ്പ മാർഗം പറഞ്ഞുതരാം. ഓക്കെ, ഈ ലൈനാണ് എന്ത്, നോർമൽ. ഈ ലൈനാണ് എന്ത്, നോർമൽ. ഇതാരാണ്? ഇത് അമ്മയാണ്. ഇത് അമ്മയാണ്. നോർമൽ ആരാണ്? അമ്മ നോർമൽ അല്ലേ? അമ്മ നോർമലാണ്, നമ്മളാണ് അബ്നോർമൽ അല്ലേ? ഇതാരാണ്? നമ്മുടെ ഇൻസിഡന്റ് റേ. പുറത്ത് ഡോഗ് ഫൈറ്റ് നടക്കുന്നു. ഓക്കെ, എന്ത്, നോർമൽ ആരാണ്? അമ്മ. ഇതാരാണ്? ഇതാരാണ്? സമ്മതിക്കില്ല. ഇതാരാണ്? നമ്മുടെ റേ. റേ. ഓക്കെ, ഇവിടെ ഇതെന്താണ്? ഇത് എയർ. ഇതെന്താണ്? വാട്ടർ. വാട്ടർ. ഇതെന്താണ്? റെയറർ അല്ലേ? ഇതെന്താണ്? ഡെൻസർ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ എന്താണ് മക്കളെ? ട്രാഫിക് ഇല്ല. ട്രാഫിക് എന്ത്? ട്രാഫിക് എന്ത്? നോ. ട്രാഫിക് നോയാണ്. അപ്പൊ ട്രാഫിക് നോ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങളാണ് സൺ. ട്രാഫിക് നോ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ അമ്മയ്ക്ക് എന്ത്, നിങ്ങൾ എത്ര ദൂരോട്ട് പോയാലും കാണാം അല്ലേ? നിങ്ങൾ എത്ര ദൂരോട്ട് പോയാലും കാണാം. അപ്പൊ റെയറർ ആയിട്ടുള്ള, അതായത് ട്രാഫിക് കുറഞ്ഞ സ്ഥലത്ത് നോർമലിൽ നിന്നും ദൂരേക്ക് പോവാം. ദൂരേക്ക് പോവാം. അതേസമയം നിങ്ങൾ നേരെ വാട്ടറിലേക്ക് കയറി, എന്ത് പറ്റി? ഒടുക്കത്തെ ട്രാഫിക്, ഭയങ്കരമായ ആൾ, എന്ത്, ലോട്ട്സ് ഓഫ് പീപ്പിൾ അല്ലേ? ലോട്ട്സ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യും? ഒരറ്റ പിടിയാ നിങ്ങളെ കയ്യില് അല്ലേ? എന്നിട്ടെന്ത്, അടുത്തേക്ക് വരുമ്പോനെ നീ ഇവിടെ നിന്ന് പോയാൽ മതി, ഇങ്ങനെ നടന്നാൽ മതി അല്ലേ? അപ്പം ഡെൻസർ മീഡിയം, അതായത് ട്രാഫിക് കൂടിയ മീഡിയത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നോർമലായ നമ്മുടെ അമ്മ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തും അല്ലേ? ഇങ്ങനെ ഓർത്താ മതി, ഇങ്ങനെ ഓർത്താ മതി. സിമ്പിൾ അല്ലേ? അതായത് ആള് കുറവാണെങ്കിൽ എവേ ഫ്രം നോർമൽ, എവേ ഫ്രം നോർമൽ. ഇനി ആള് കൂടുതലാണെങ്കിൽ ടുവേർഡ്സ് നോർമൽ. എന്ത്? ടുവേർഡ്സ് നോർമൽ. ആള് കുറവാണെങ്കിൽ എവേ ഫ്രം നോർമൽ, ആള് കൂടുതലാണെങ്കിൽ ടുവേർഡ്സ് നോർമൽ. അമ്മ എന്ത് ചെയ്യും? നിന്നെ അടുത്തേക്ക് വലിച്ചു പിടിക്കും ഇല്ലേ? നിന്നെ അടുത്തേക്ക് വലിച്ചു പിടിക്കും. ആളില്ലെങ്കിൽ എന്ത്, ചെറുക്ക കുറച്ച് നീങ്ങി നടാ അങ്ങോട്ട്, എന്ത് ഒട്ടിപ്പിടിച്ച് നടക്കണം മക്കളെ നീ അല്ലേ? അങ്ങനെയല്ലേ? എന്തോ ഒട്ടിപ്പിടിച്ച് നടക്കണം മക്കളെ, മോളെ നീ ചോദിക്കൂലേ? ചോദിക്കൂലേ മക്കളെ? അത് തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മൾ റെയറർ ടു ഡെൻസർ മീഡിയം, അതായത് തിരക്കില്ലാത്ത സ്ഥലത്തുനിന്ന് തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ എന്ത്, റെയറർ ടു ഡെൻസർ, ഫോർ എക്സാമ്പിൾ എയർ ടു വാട്ടർ പോവാണ്, അല്ലെങ്കിൽ വാട്ടർ ടു ഗ്ലാസ്. ഗ്ലാസിനെയും വാട്ടറിനെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് വാട്ടർ റെയറർ മീഡിയം, ഗ്ലാസ് എന്ത്, ഡെൻസർ മീഡിയം അല്ലേ? അല്ലെങ്കിൽ എയറിനെ വാട്ടറിനെ വെച്ച് നോക്കുമ്പോൾ എയർ എന്ത്, റെയറർ മീഡിയം, വാട്ടർ ഡെൻസർ മീഡിയം അല്ലേ? ഇങ്ങനെ ഒരു രീതിയിലാണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ടുവേർഡ്സ് നോർമൽ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് ഓർക്കാൻ പാടുണ്ടോ? ഓർക്കാൻ പാടുണ്ടോ? ടുവേർഡ്സ് നോർമൽ. ഇനി വാട്ടർ ടു എയർ അല്ലെങ്കിൽ ഗ്ലാസ് ടു വാട്ടർ, ഇതെന്താണ്? ഡെൻസർ ടു റെയറർ അല്ലേ? 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 കുറെ നേരം അമ്മ തിരക്കിക്കൂടെ നിങ്ങളുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുക. കുറെ നേരം ഭയങ്കര തിരക്കായിരുന്നു, കൈ പിടിച്ച് നടക്കുക. അങ്ങനെ എന്ത്, തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്നു. അപ്പൊ ഇനി അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ? അമ്മ നിങ്ങളുടെ കയ്യിലേക്ക് കൈ അങ്ങ് വിടും. ഇനി നീ കുറച്ച് നേരം ദൂരോട്ടൊക്കെ പോയി നടന്നാലും കുഴപ്പമില്ല, നീ കാണാലോ, ആവശ്യം വന്നാൽ നിന്നെ വലിച്ചിങ്ങ് എടുത്താൽ മതിയല്ലോ അല്ലേ? എന്ത്, മൂവ്സ് എവേ ഫ്രം നോർമൽ. എവേ ഫ്രം നോർമൽ. എവേ ഫ്രം എന്ത്, ഫ്രം നോർമൽ.
മനസ്സിലായോ? മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ്? പിന്നെ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എന്ത് passes from one transparent substance to another substance അല്ലെങ്കിൽ another medium എന്ത് it bends. അതിന്റെ there is a change in path of light അല്ലേ? ഇങ്ങനെ പോകും അല്ലേ? അതെന്ത് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ ഇതിപ്പം എന്ത് rarer to denser ആണ്. ഇനി denser to rarer ആണെങ്കിലോ ഇതെന്ത് rarer ആണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതെന്ത് എത്രത്തോളം ക്ലോസ് ഇപ്പൊ ഇത് നോർമൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്ത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്കില്ല. ഇങ്ങനെ കണ്ടോ ചെറിയൊരു വ്യത്യാസം ഇല്ലേ? അതുകൊണ്ട് ഇങ്ങനെ പോകേണ്ട സാധനം എന്ത് എവേ ഫ്രം നോർമൽ പോയി ഇല്ലേ? എവേ ഫ്രം നോർമൽ പോയില്ലേ? ഇത് പോയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ പ്രോപ്പർട്ടിനെ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്. സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് ഇത് ബെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. അല്ല, സ്പീഡ് കുറഞ്ഞാൽ എന്തുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പാടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഭ്രാന്ത് പിടിക്കും. ഇതൊരു റോഡാണ്. ഇതെന്താണ്? ഒരു റോഡാണ്. ഇതെന്താണ്? ഒരു കാറാണ്. ഇത് കാറിന്റെ എന്താണ്? ടയറാണ്. 4 ടയറാണ്. ഓക്കെ. ഇനി ഇവിടെ എന്താണ്? മണ്ണാണ്. ഓക്കെ. ഇവിടെ എന്താണ്? മണ്ണാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ കാർ ഇങ്ങനെ പോവുക. എങ്ങനെ പോവുക? കാർ ഇങ്ങനെ പോവുക. വേണ്ട ചുകു അത് ട്രെയിൻ ആയിപ്പോയോ? കാർ പോവുക. ഓക്കെ. ഇതെന്താണ്? ഇത് നല്ല സൂപ്പർ റോഡാ. ഇവിടെ നല്ല കിടിലൻ റോഡാണ്. 100-110 പറക്കാണ്. ഇപ്പൊ ഈ വണ്ടിയുടെ സ്പീഡ് എത്രയാണ്? ഒരു സെക്കൻഡ് 100 കിലോമീറ്റർ. എത്ര? 100. 100 പറക്കുക. 15,000 രൂപ ഇപ്പൊ പെറ്റി വരും. ഓക്കെ എന്ന് നോക്കളെ. 100 പറക്കുക. ഓക്കെ. ആണ്ട ഇങ്ങനെ പറക്കുക. അയ്യോ, ടയറില്ലാതെ വണ്ടി ഓടുന്നു. അതേത് വണ്ടി? പോവാണേ. 100 പറക്കുവാണേ. അപ്പൊ ഈ പതുക്കെ ഒരു ടയർ എന്ത് പറ്റി? നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ടയർ എന്ത് പറ്റി? മണ്ണിലേക്ക് ഇറങ്ങി. ഒരു ടയർ എന്ത് പറ്റി? മണ്ണിലേക്ക് ഇറങ്ങി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ 3 ടയറിന്റെയും സ്പീഡ് എന്താണ്? 100 km/h അല്ലേ? കാരണം ഇത് 3ഉം റോഡിലാണ്. അതായത് മണ്ണിലേക്ക് വീഴുന്ന ആ ഇൻസ്റ്റന്റ് ഞാൻ അപ്പ റിമോട്ട് പോസ് അമക്കി. ഇപ്പൊ ഈ 3ന്റെ സ്പീഡ് എന്താണ്? 90 km/h ആണ്. ഈ മണ്ണിൽ വീഴുന്ന ടയറിന്റെ സ്പീഡ് എത്രയാണ്? 100ൽ നിന്ന് മണ്ണിൽ വീഴുന്നത് കൊണ്ട് നേരെ എത്രയിലോട്ട് ഡ്രോപ്പ് ആവും? അത് അടുത്ത സെക്കൻഡിൽ എത്രയിലേക്ക് ഡ്രോപ്പ് ആവും? അത് 30ലേക്ക് ഡ്രോപ്പ് ആവൂലേ? 30ലേക്ക് ഡ്രോപ്പ് ആവൂലേ? ഇല്ലേ? 30ലേക്ക് ഡ്രോപ്പ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം? ഈ 3 ടയറും 100 km/h ഈ ടയർ 30 km/h. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സാധനം ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് വീഴുന്നു. വേണ്ട ഇങ്ങനെ ചരിഞ്ഞു, ഇങ്ങനെ വീഴുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 3 ടയറിന് സ്പീഡ് കൂടുതലാണ്, ഇതിന് സ്പീഡ് കുറവാണ്. ഇത് ഏത് ഡയറക്ഷനിലേക്ക് തിരിയും മക്കളെ? ഈ വണ്ടി ഏത് ഡയറക്ഷനിലേക്ക് തിരിയും? ഈ 3 ടയറും സ്പീഡ് കൂടുതലാണ്, ഈ ഒരു ടയറിന് മാത്രം സ്പീഡ് കുറവാണ്. ഈ വണ്ടി എങ്ങനെ തിരിയും? ഇതാണ് നോക്കിയേ. ഇങ്ങനെ വന്ന വണ്ടി എങ്ങനെ തിരിയും? ഇങ്ങനെ തിരിയും? ഇങ്ങനെ തിരിയില്ലേ? ഇല്ലേ? ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോകത്തില്ലേ? ഇല്ലേടാ മോനെ, എടാ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യൂസ് യുവർ കോമൺ സെൻസ്. കമോൺ ചിന്തിക്കൂ. വേണ്ട ഇങ്ങനെ വന്ന വണ്ടി
ഒരു ടയർ മാത്രം എന്ത് പറ്റി, ചെറുതായിട്ട് ചരിഞ്ഞ ഒരു ടയർ മാത്രം എന്ത് ഇതിനകത്തേക്ക് വീണു, മണ്ണിലേക്ക് വീണു. ഇത് മൂന്നും എന്ത് ബാക്കി നോർമൽ സ്പീഡാ. ഇത് മൂന്നും എന്ത് നോർമൽ സ്പീഡാ. അത് മൂന്നും നോർമൽ സ്പീഡാണ്. ഒരെണ്ണത്തിന്റെ സ്പീഡ് മാത്രം കുറവാ. എന്ത് സംഭവിക്കും? ഈ ടയറെല്ലാം ഫ്രണ്ടിലോട്ട് വരും. ഇത് ഇവിടെ തന്നെ സ്പീഡ് കുറവായതുകൊണ്ട് എന്ത് ഇതെന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്യും. മനസ്സിലാക്കാൻ പാടായിരിക്കും. ഇതിനാണ് വേവ് ഫ്രണ്ട് തിയറി എന്ന് പറയുന്നത്. ഈ കാർ എന്താണ്? ലൈറ്റ് ആണ്. ഈ കാർ എന്താണ്? ലൈറ്റ് ആണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഇതാടാ എന്താണ് പറയാൻ വന്നത്? ഈ കാർ ഇങ്ങനെ വരുക. ആദ്യം വെള്ളത്തിൽ തട്ടുന്ന എന്ത്? ഈ അതായത് കാർ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിന്റെ ഫോട്ടോൺ ആണ്. ഫോട്ടോൺ എന്ത് ഒരു വേവിന്റെ സ്വഭാവം വരുന്ന ഒരു ചില സാഹചര്യങ്ങളെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. മനസ്സിലായില്ലേ? വേവിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ആദ്യം വെള്ളത്തിന് തൊടുന്നത്. അപ്പൊ വേവിന്റെ അത്രയും ഭാഗത്തെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോഴും ബാക്കി ഭാഗത്തെ വേവിന് എന്ത് പഴയ സ്പീഡ് കാണും ഇല്ലേ? അപ്പം ആ പഴയ സ്പീഡിലുള്ളത് അതുപോലെ എന്ത് ട്രാവൽ ചെയ്യും. ഈ കുറച്ച് സ്പീഡിലുള്ളത് എന്ത് കുറച്ചേ ട്രാവൽ ചെയ്യും. അപ്പൊ എന്ത് ഇത് ചരിയും ഇല്ലേ? ചരിയത്തില്ലേ? ഏതാണ് നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു കാറായിട്ട് വരുവാ. ഏതാണ് നോക്കിയോ, കാറായിട്ട് വരുവാ. അയ്യോ അതവിടെ നിന്നും പോയി, കുറെ ആവശ്യമില്ലാതെ കഴിച്ചു. ശ്രദ്ധിച്ചോ. ഇതിങ്ങനെ കാറായിട്ട് വന്ന് ആദ്യം ഇടിക്കുന്ന വീല് ഏതാ? ലെഫ്റ്റ് സൈഡിലെ വീലല്ലേ. അപ്പൊ ആദ്യം സ്പീഡ് കുറയുന്ന വീല് ഏതായിരിക്കും? ലെഫ്റ്റ് സൈഡിലെ വീല്. എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ അങ്ങ് തിരിയും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? ഇത് എങ്ങനെയാണ് പോവേണ്ട പാത്ത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു പോവേണ്ടത് അല്ലേ? നോക്കിയേ എന്ത് സംഭവിച്ചു? ആ പാത്തിൽ കൂടെ പോവാണ്. ആ പാത്തിൽ കൂടെ പോയി എന്ത് ആദ്യം എന്ത് പറ്റി? ലെഫ്റ്റ് ടയറാണ് എന്ത് ആദ്യം വെള്ളത്തിൽ കയറിയത്. എന്ത് പറ്റും? ഇങ്ങനെ അങ്ങ് തിരിയും. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ഇങ്ങനെ പോവും. ഇപ്പൊ അതിന്റെ പാത്ത് എന്തോ ഇങ്ങനെയല്ലേ? ഇതാണ് റിഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഇപ്പൊ വളയുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന് വേറെ ചില എക്സ്പെരിമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് ഇത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് കാണിക്കാത്തത്. ഓക്കെ, ബേസിക്കലി എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഓവർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് എവിടെ നിർത്തിയാൽ മതി? ആ തിരിയുന്നു, ആ ടേംസ് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് രണ്ട് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. എന്താണ്? ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഫ്രം ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഒരു അരമാർക്ക് പോകുന്നുണ്ടോ? ഇത് എഴുതിയതിന് അരമാർക്ക് പോയി. ഫ്രം ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് ICCക്ക് അരമാർക്ക് പോയ പോക്ക. ഓക്കെ, ഫ്രം ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ഈ ബോർഡ് ഞാൻ എല്ലാം വരച്ചിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിയാൽ എല്ലാം സെയിം പ്ലെയിനിലാണ് ലൈൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? I. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? R. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? I. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? R. sin I by sin R is equal to എന്ത്? കോൺസ്റ്റന്റ് എന്നാണ് എന്ത് സെക്കൻഡ് ലോ പറയുന്നത്. എന്ത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് എന്ത് പറയുന്നത്. ഇതിനെ എന്ത് പറയും? സ്നെൽസ് ലോ എന്ന് പറയും. ഈ കോൺസ്റ്റന്റ് നമ്മൾ മറ്റൊരു പേര് വിളിക്കും. എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്ത് പറയും മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അത് പിന്നെ വേറൊരു കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, അത് ഇപ്പൊ പറയുന്നില്ല. അതിനാണ് എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി മനസ്സിലായല്ലോ. ഇതാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് രണ്ട് ലോസ് എന്ന് പറയുന്നത്. ഈ sin I sin R എന്നൊക്കെ എന്താണെന്ന്
നമ്മുടെ ട്യൂഷൻസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയല്ല, ട്യൂഷൻസിൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ലോജിക്കൽ റീസണിങ് ആണ് എല്ലാത്തിനും. നമ്മൾ ഒരു ഫ്ലോയിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ടും ഇതിനകത്ത് കുറച്ച് അധികമായിട്ട് എല്ലാം ജനറലൈസ് ചെയ്ത് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അഥവാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാർ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, സാർ ഒന്നും മനസ്സിലായില്ല, ഓക്കെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പം ബേസിക്കലി നമ്മൾ ഇതുപോലെയാണ് സയൻസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് സിമുലേഷൻസ് ഉണ്ട്. സിമുലേഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഇതുപോലെ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഇതുപോലെ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, കണ്ടോ നമുക്ക് എന്തുമാത്രം എക്സ്പെരിമെന്റ്സ് ഉണ്ടെന്ന് കണ്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ എക്സ്പെരിമെന്റ്സ് ഇതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ എക്സ്പെരിമെന്റ്സും ഇതിനകത്തുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അപ്പം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കണ്ടോ, ഇതെല്ലാം കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുകയാണ്. ഓക്കെ, കെമിസ്ട്രി പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളിവിടെ കണ്ടോ ഒറ്റ സെക്കൻഡ് നിങ്ങൾ കെമിസ്ട്രി പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്? ഇതുപോലെ ഓരോ ഇലക്ട്രോൺസിനെ പ്രോട്ടോൺസിനെയൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇത് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ട്രിപ്പിൾ ബോണ്ട് കണ്ടോ. 3D മോഡൽസ് നമുക്കുണ്ട്. നമ്മൾ ഇതുപോലത്തെ 3D മോഡൽസ് കാണിച്ചായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇതെന്താണ് H2 ആണ്. ബോണ്ട് ആംഗിൾസ് ഒക്കെ കാണിക്കും. ഇത് നമ്മൾ വാൻഡർ വാൾസ് കുറേ സംഭവങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയും. ഓക്കെ, ഇത് കണ്ടോ 3D മോഡൽസ് ഒക്കെ കാണിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ബയോളജിക്ക് നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട്. ഒരു 3D മോഡൽസ് കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. വേറൊരു ആപ്പ് കൂടെ ഉണ്ട്, അത് ഇതിനകത്ത് കാണിക്കത്തില്ല. നമുക്ക് കുറച്ച് ഡൈസെക്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഇതുപോലത്തെ 3D മോഡൽസ് കണ്ടു പഠിക്കാം. മനസ്സിലായില്ലേ? ഇതുപോലത്തെ 3D മോഡൽസ് കണ്ടു പഠിക്കാം. കണ്ടോ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കണ്ടു പഠിക്കാം. ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനും സ്മോൾ ഇൻറ്റസ്റ്റൈനും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെ ഇതുപോലെ നമ്മൾ ഇതുപോലെ കണ്ടു പഠിക്കും. മനസ്സിലായില്ലേ? അപ്പം കുറച്ചുകൂടെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ് പാൻക്രിയാസ്, ഇതിന്റെ പൊസിഷൻ എവിടെയാണ്. ഇനി നിങ്ങൾക്ക് ലേബൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യില്ല, ഒരിക്കലും മാറിപ്പോവില്ല. കണ്ടോ, ഇതുപോലെ എല്ലാത്തിൻ്റെയും ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഹാർട്ടിനെ കുറിച്ചും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചും കണ്ടോ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? കണ്ടില്ലേ? വേണ്ട ലിംഫാറ്റിക് സിസ്റ്റംസ്, വേണ്ട സ്കെൽട്ടൺ, എല്ലാം ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ബയോളജി ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ കുറച്ച് മതി, നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? അപ്പം സയൻസ് എന്നുള്ള സാധനം എപ്പോഴും ലോജിക്ക് വെച്ച് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് ഒരു ബൈഹാർട്ടിങ് രീതി ഭയങ്കര ഒട്ടും യൂസ് ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറക്കും. അതേസമയം നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്ത് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടെ റീറ്റെയിനിങ് പവർ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ മനസ്സിൽ കാര്യങ്ങൾ ഓർത്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എംഎസ് അക്കാഡമിയിൽ അങ്ങനെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, അമർ കൃഷ്ണ PS. ബൈ.